ഹലോ ഗായ്സ്, എനിക്ക് കുറേ ഒച്ചയിടാനൊന്നും പറ്റത്തില്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ ബർത്ത്ഡേ ആണ്. മെയ് 30 അല്ലേ? മെയ് 30 അവളുടെ ബർത്ത്ഡേ. പക്ഷെ അവൾ നാളെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊരു പ്ലാൻ ഇട്ടു, ഇന്ന് കേക്ക് മുറിക്കാമെന്ന്. കേക്ക് മുറിക്കാനൊന്നുമില്ല, നമ്മൾ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതാ ഈ കേക്കാണ്, പീസ് കേക്കാണ് നമ്മൾ വാങ്ങിയേക്കുന്നത്. തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, നമ്മുടെ ഒരു സന്തോഷത്തിന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓൾക്ക് അറിയത്തില്ല നമ്മളിതെല്ലാം ചെയ്യുന്നതൊന്നും അറിയത്തൊന്നുമില്ല. അപ്പോൾ അവളും ഹർഷയും കൂടെ പുറത്ത് നിൽക്കുകയാണ്. നമ്മൾ റൂമിൽ ഇതെല്ലാം സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 11:57 ആയിട്ടുണ്ട്. അവർ രണ്ടാളും കൂടെ ബാൽക്കണിയിൽ ഇരിക്കുകയാണ്. ബാൽക്കണിയാണെന്നാണെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരെ വിളിച്ചുകൊണ്ട് വേണം ഇനി അകത്തേക്ക് പോകാൻ. സൗണ്ട് എത്രത്തോളം കേൾക്കുമെന്ന് അറിയത്തില്ല. പുറത്ത് നല്ല മഴയുണ്ട്, എനിക്ക് ഒച്ചത്തിൽ സംസാരിക്കാനും പറ്റത്തില്ല. സോ ഗൈസ്, അപ്പോൾ അവർ രണ്ടാളും കൂടെ അതാ ബാൽക്കണിയിൽ ഇരിപ്പുണ്ട്. സോറി ഗൈസ്, ഇടയ്ക്ക് ക്യാമറ ഔട്ട് ഓഫ് ഫോക്കസ് ആയി, സോറി. അപ്പോൾ ഒരു പുറത്ത് നല്ല ഇടിയും മിന്നലും മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഹർഷ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി ഇരിക്കുകയാണ്. പിന്നെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ പ്ലാൻ ഓൾസോ. അപ്പോൾ അവിടെ നിന്ന് നമ്മളിതാ വിളിച്ച് ഇവളെ പയ്യെ റൂമിലേക്ക് കൊണ്ടുപോകാണ്. ഇനി ആൾ എന്താവും അവസ്ഥയൊന്നും അറിയില്ല കേട്ടോ. ഞെട്ടിയോ നീയേ? എന്ത് ആ ഫേസ് ഒന്ന് കാണട്ടെ. ഞാൻ ഒന്ന് ലൈറ്റ് ഇടുന്ന ഇല്ല, വിചാരിച്ചില്ല. അയ്യോ എന്റെ ഭഗവാൻ, മുറിക്കാനൊന്നും പറ്റൂല, എന്നാലും മുറിച്ച് വെച്ചേക്കാണ്. എന്നാലും ആ കത്തി ഒന്ന് എടുത്ത് കൊടുത്തേര്, വെറുതെ മുറിച്ചോട്ടെ. നാളെ വരുന്ന നിവ്യക്ക് പ്രതീക്ഷിച്ചില്ലല്ലോ. ഓ സോറി, പക്ഷെ നിന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ലൈറ്റ് ഓഫാക്കി, ഓഫാക്കി. എല്ലാരും സങ്കല്പിക്കുക, എന്താ പേര്, നിവ്യ മുറിച്ചു എന്ന് സങ്കല്പിക്കുക കേട്ടോ. നിന്റെ കേക്കിന്റെ അടുത്ത് നീ വായിൽ വെച്ചോ. ആ പിന്നെ ഊത് അല്ല, പിന്നെ ഊത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. രണ്ടെണ്ണം കത്തുന്നടി, ഊതടി. ലൈറ്റ് ഇട്. ഓ കഴിച്ചു. ഓ ശരിയാണല്ലോ ഗൈസ്, ഇവര് ട്വിൻസ് ആണ്. നമ്മുടെ ഒരാളും കൂടെ ഉണ്ട്, പക്ഷെ അവനിവിടെ ഇല്ല. അപ്പൊ അവനും കൂടെ ഹാപ്പി ബർത്ത്ഡേ. പക്ഷെ അതിനകത്തൊന്നും കഴിക്കാതെ ഹർഷ, നമുക്ക് ആടെ ഉണ്ടല്ലോ ഹർഷ, നീ അവക്ക് തന്നെ വായിൽ വെച്ചു കൊടുക്ക്. ഇത് പിടി. എന്നെ ഒഴിവാക്കിയതാണോ? ഹാപ്പി ബർത്ത്ഡേ. നിന്നെ ഒഴിവാക്കിയത് നമ്മള്. ലിൻപോക്സ് പോകാനും പറഞ്ഞ ഓർമ്മ എല്ലാവർക്കും ആയില്ലേ? അല്ല അപ്പൊ ഞാനാര്? ഗിഫ്റ്റ് ഇനി തന്നില്ല എന്ന് പറയലെന്നാ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിവിന്, അത് നിനക്ക്. അത് കടക്കാരൻ തരാൻ പറഞ്ഞത്. ശരിക്കും നീ പ്രതീക്ഷിച്ചില്ല അല്ലേ? അതിന് ഞാൻ ബാക്കിലോട്ടേക്ക് വന്ന് ഇവരിലെ ചവിട്ടി കൂട്ടിട്ട് ഇവര് വന്ന് ബർത്ത്ഡേ കാര്യം എന്തെങ്കിലും പറ. ഇവക്ക് തീരെ ഇഷ്ടമല്ല എന്റെ വ്ളോഗിൽ വരാൻ. പറ, നീ പറ എന്തെങ്കിലും. നിവ്യ എന്നത്തെ പോലെ ഒരാൾ തലവുഞ്ചിരിപ്പുണ്ട്. ആർക്കും മനസ്സിലായില്ലല്ലോ അല്ലേ അത് നൂറയാണെന്ന്. ധാരാ അല്ല, അതെനിക്കതാ. പിന്നെ കിട്ടിയോ?
അങ്ങനെ ഗൈസ് കേക്കൊക്കെ തീർന്നു. ഞാൻ എന്താ പ്ലേറ്റ് നല്ല നക്കി തുടച്ച് വടിച്ച് നല്ല വൃത്തിയാക്കിയ പ്ലേറ്റ് എടുക്കുന്നുണ്ട്. കഴുകേണ്ട ആവശ്യമേ ഇല്ല ഇനി ആ പ്ലേറ്റ്. അത്ര ഇതിൽ ഞാനത് മൊത്തം നക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നീ എന്തായാലും മോന്തയ്ക്കൊന്നും കളയാത്തത്? നിങ്ങൾ കേക്ക് വാങ്ങിയ കഥ ഒന്നുകൂടെ പറയോ? കേക്ക് വാങ്ങിയത് എന്നും എന്താ മോറല് പറഞ്ഞു അവൾക്ക് ഫോൺ കാണുമ്പോ പറയാൻ പറ്റൂല അത്ര. എന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നീ എന്റെ മുഖത്തേക്ക് നോക്കും. ഇനി ഇല്ല ഇതിനകത്ത് നീ ഇല്ല എന്താ മോറ് പോവാന്ന് പറഞ്ഞേ. എന്നും ഇവിടെ കൂട്ടിട്ടല്ലേ പോക്ക്. അപ്പൊ ഇന്ന് പറഞ്ഞപ്പോ ഒക്കെ വരണന്ന്. എന്നും എവിടെങ്കിലും വിളിച്ചാ വരുന്നില്ല എന്ന് പറയുന്നത് ഇന്ന് വരണോ ഇന്ന് വരണോ എന്നിട്ട് എന്തിനാ എന്തേ വാങ്ങാണ്ടോ? ഇപ്പൊ നൂറ് പറഞ്ഞില്ല ഞാൻ വാങ്ങിക്കൊണ്ട് തരാന്ന് പറഞ്ഞു. ഇല്ല ഇല്ല പറ്റുമൊന്നുമില്ല ഞാനും വരാറ്. എന്താ കൊട വേണം കൊട ഉണ്ടേനു കൊട. എന്നിട്ട് ഞാൻ എന്താ എന്തെല്ലോ കള്ളത്തിലെല്ലാം പറഞ്ഞ അവസാനം അവളെ പറഞ്ഞ് ഹോസ്റ്റലിലേക്ക് വിട്ടിട്ടാണ് അവര് പോയി പീസ് കേക്ക് വാങ്ങി. നമ്മള് വലിയ കേക്കൊക്കെ വാങ്ങാം എന്നെല്ലാം വിചാരിച്ചാണ്. പക്ഷെ നമ്മൾ ഭയങ്കര റിച്ച്. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ അംബാനിയും ടാറ്റ ബിർളയൊക്കെ. വലിയ കേക്ക് കൊണ്ടുവരണം. അയ്യോ എന്റെ കൈ കഴിക്കുന്നത്. ഞാൻ കുറച്ച് എന്റെ വീഡിയോ എടുക്കാട്ടോ. നമ്മുടെ സെലിബ്രേഷൻസ് എല്ലാം തീർന്നു. അതെ നിവ്യ അടിച്ച് ഷോക്കായിട്ട് നിൽക്കാണ്. ഓള് ഒട്ടും പ്രതീക്ഷയില്ല. കാരണം 30-ാം തീയതി ആണല്ലോ ബർത്ത്ഡേ. ഇന്ന് എത്രാം തീയതിയാ? 25-ാം തീയതി. ഇന്ന് സെലിബ്രേറ്റ് 5 ദിവസം മുന്നേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആള് വിചാരിച്ചില്ല. ഓക്ക് പ്രതീക്ഷ ചിലപ്പോ പോയി വരുമ്പോ കേക്ക് കട്ട് ചെയ്യുന്നായിരുന്നു. അതെ നമ്മളത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ വൈകുന്നേരമാണ് ഞാൻ അറിയുന്നത് അവര് കേക്ക് പോയി വാങ്ങാൻ പോകുന്ന കാര്യമൊക്കെ. അപ്പൊ ഇത്രയുള്ളതാണ് നമ്മുടെ കുഞ്ഞ് സെലിബ്രേഷൻ. എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ അമ്മയുടെ ഇട്ടിട്ടുണ്ടായിരുന്നു. സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന് ഇവളുടെ വീഡിയോ ആണ് ഞാൻ ആദ്യം ഇടുന്നത്. ഇവക്ക് തീരെ ഇഷ്ടമല്ല എന്റെ വ്ളോഗിൽ വരുന്നത്. പക്ഷെ ഞാൻ അതെ റീൽസ് എല്ലാം ചെയ്യും. പക്ഷെ വ്ളോഗിൽ വരാൻ ആൾക്ക് താല്പര്യമില്ല. അപ്പോ നിവ്യയുടെ ബർത്ത്ഡേ 30-ാം തീയതി എല്ലാരും വിഷ് ചെയ്യാ. പിന്നെ ഒരാളും കൂടെ ഉണ്ട്. ഇവര് ട്വിൻസ് ആണ്, നിവ്യയും നിവനും. അപ്പം അവരും എന്താ പറയാ അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. പോട്ടെ ടാറ്റ കൊടുക്ക്. അപ്പൊ ഇത്രയുള്ള ഗൈസ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ഷെയർ ആൻഡ് കമന്റ്.